ആമേൻ. അവിടെ കർത്താവ് ചെന്നിട്ട് അവളോട് പറയുകയാ, അവിടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. കൂടെ ആരാ നിൽക്കുന്ന? ബാലയുടെ മാതാപിതാക്കളും ഉണ്ട്, ആമേൻ, ശിഷ്യന്മാരുണ്ട്. കർത്താവ് പറഞ്ഞു, ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോ മരിച്ചവളുടെ മേൽ ആത്മാവ് മടങ്ങി വന്നു. അവളെ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. ആമേൻ. കർത്താവ് പറഞ്ഞു അവൾക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ഈ മുറുമുറുക്കുകയും പെറുപെറുക്കുകയും ഒത്തിരി അഭിപ്രായം പറയുന്നവനെയെല്ലാം പുറത്താക്കിയിട്ടാ യേശു അകത്തോട്ട് കയറി. ജീവിതത്തിൽ പ്രാർത്ഥന, ആമേൻ, പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആമേൻ അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തണം. ചാർച്ചക്കാരാകാം, ബന്ധുമിത്രാദികളാകാം, രക്തബന്ധ സ്നേഹബന്ധം ഒക്കെ ആകാം. പക്ഷേ ഉയർപ്പിന്റെ വിഷയമാണെങ്കിൽ ചിലതിനെ പാടിക്ക് വെളിയിൽ നിർത്തണം. എന്നിട്ട് അകത്ത് ആരെ കാണാവൂ? അപ്പനും അമ്മയും. അടുത്തത് കർത്താവ്, അപ്പോസ്തലന്മാർ. അവിടെ ഒരു ഉയർപ്പ് വെളിപ്പെട്ടു. കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ബാലെ എഴുന്നേൽക്കുക. അവിടെ അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ഒരിക്കലും മടങ്ങി വരത്തില്ല. ഇതോടെ എല്ലാം തീർന്നു വന്ന് നാട്ടുകാരും വീട്ടുകാരും വിധി പറഞ്ഞെങ്കിലും തീർന്നു എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ അപ്പനും അമ്മയും തയ്യാറല്ല. തീർന്നു എന്നുള്ള ആമേൻ വസ്തുതയ്ക്ക് അംഗീകരിക്കാൻ പത്രോസും യാക്കോബും യോഹന്നാനും തയ്യാറല്ല. കാരണം ഗുരു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ബാല രക്ഷ പ്രാപിക്കും.